അസ്സലാമലൈക്കും. നമ്മുടെ റമദാനിൽ എത്രാമത്തെ ദിവസം? 8. അപ്പം നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്നൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാനിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ഇങ്ങനെ മൈൻഡിലേക്ക് നമ്മൾ ചിന്തിക്കൂലേ, അങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു റിച്ച് മാൻ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിച്ച് മാൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇപ്പുറത്തുള്ള ആ സീറ്റിൽ വന്നിരുന്നു, ആ സ്ഥലത്ത് വന്നിരുന്നു. ആ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പോർ മാൻ നമ്മളെ ആ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ പോർ മാൻ വന്നപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലത്തിലൊക്കെ ആൾക്കാർ ഇരുന്നിക്കണം. അപ്പോൾ ഒരു സ്ഥലമില്ല. അപ്പോൾ റിച്ച് മാൻ്റെ ഇപ്പത്ത് മാത്രം ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ആ പാവപ്പെട്ട ആള് ഓടിക്ക് പോയിട്ട് ഓടിയിരുന്നു. അപ്പോൾ ആ റിച്ച് മാന് ഇങ്ങനെ കുറച്ച് കംഫർട്ടബിൾ ആയില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റിച്ച് മാനോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ കാട്ടിയത്? അപ്പോൾ ആ റിച്ച് മാൻ പറഞ്ഞു, ഞാനിത് ഇങ്ങനെ കാട്ടി. അപ്പോൾ റിച്ച് മാൻ സങ്കടമായി. അപ്പോൾ ആ റിച്ച് മാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ കാട്ടിയോണ്ട് ഞാൻ നരകത്തിൽ പോകുമെന്നൊക്കെ ചോദിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പൈസയിൽ നിന്ന് ഒരു ഹാഫ് നിങ്ങൾ ആ പാവപ്പെട്ട ആൾക്ക് കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാവപ്പെട്ട ആളെന്താ പറഞ്ഞതെന്നറിയോ, എനിക്ക് ആ പൈസ വേണ്ട, കാരണം ഞാൻ ആ പൈസ എടുത്താൽ ഞാനും റിച്ച് ആവില്ലേ, അപ്പോൾ ഞാനും ഇതേപോലെ ആൾക്കാരോട് പെരുമാറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ റിച്ച് ആണെങ്കിലും പോറാണെങ്കിലും വലിയതാണെങ്കിലും ചെറിയതാണെങ്കിലും സ്റ്റഡീസിനുള്ള എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എഡ്യൂക്കേറ്റഡ് അത്ര അല്ലെങ്കിലും നല്ല ജോബിലാണെങ്കിലും ഒരു സാധാ ജോബിലാണെങ്കിലും അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.